Hi friends, Assalamu alaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങക്കയും തക്കാളിയും ചെമ്മീനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടിയിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ചധികം മുരിങ്ങക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങക്കയുടെ ടേസ്റ്റ് കുറച്ച് മതിയെങ്കിൽ ഒരു 2 ഒക്കെ എടുത്താൽ മതിയാകും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. ചെമ്മീൻ ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്, 250 ഗ്രാം എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായ തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പുളി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ചെമ്മീൻ മുരിങ്ങയ്ക്ക കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്നോട് അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യം മുരിങ്ങയ്ക്കയും തക്കാളിയും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾ കളറ് കുറച്ച് കമ്മിയാണെന്ന് തോന്നിയാൽ അപ്പോൾ ഒരല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കമ്മിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരുന്ന മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതേസമയം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയല്ല, ചെറിയൊരു തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ്, അതായത് പെരുംജീരകം. 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം കൂടി ചേർത്തരിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കറിക്ക്. അപ്പോൾ ഇത് അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്തടഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനും നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ അധികം വേവൊന്നുമില്ലല്ലോ, തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഉപ്പ് നോക്കി നോക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ ഈ അരവ് കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കറിയുടെ തിക്നെസ് എത്ര വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ആ തേങ്ങയുടെ പച്ചച്ചുവ ഒന്ന് കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ചെമ്മീൻ്റെയും മുരിങ്ങക്കയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഞാനിതൊരു മറ്റേ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് കാച്ചാനുണ്ട്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3/4 ടീസ്പൂൺ കടുകും ഒരു 3 വറ്റൽമുളകും, കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ചെമ്മീൻ മുരിങ്ങയ്ക്ക കറി നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.